അങ്ങനെ ഷെഫീന ബീവിക്കെതിരെ തെറി അഭിഷേകവുമായി ഒരാൾ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് മറ്റാരുമല്ല, വണ്ണന്റെ ഉള്ളി നാഗാദേവി ചേച്ചി. ഇതിപ്പോ വരുന്നവരും പോകുന്നവരും ഒക്കെ ഷെഫീന ബീവിക്ക് ഇട്ട് കൊട്ടുന്ന അവസ്ഥയാണെന്ന് പറയേണ്ടി വരും. എന്നാൽ എന്റെ ഫൽഗുണ നമ്മുടെ വലിയണ്ണൻ ഈ ഗതി വന്നല്ലോ എന്ന് മഞ്ജുപിള്ളയുടെ മകളായിട്ടുള്ള ദയാസുജിത്തിനെ പുള്ളിക്കാരി തൊട്ടോ അന്ന് തുടങ്ങി പുള്ളിക്കാരുടെ കണ്ടകശേരി എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുശേഷം ആള് നിലത്തിരുന്നിട്ടില്ല. ആ പാവം പിടിച്ച പെണ്ണിനെതിരെ എങ്ങനെ സദാചാരം ഉണ്ടായി നടത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായ നിങ്ങൾ കബഡി വരുത്തി വെച്ചൊന്ന് നോക്കി. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ പണ്ട് ഫേസ്ബുക്കിൽ മാത്രം നിലനിന്നിരുന്ന അമ്മാവനിസം അഥവാ അമ്മായിസം ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പടർന്നു പിടിക്കാൻ തുടങ്ങുന്നതാണ്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഉള്ളത് പറയാലോ, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അല്ലാണ്ട് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പരമാവധി നിന്നെ വീട്ടിൽ കയറി നിന്നെ അടിച്ച് പരിപ്പിളക്കേണ്ടതാ. ഞാനത് ചെയ്യുന്നില്ല, ആരും വിടുന്നതുമില്ല. നീ പറഞ്ഞില്ല എന്നെ അടിച്ച് ശരിയാക്കണമെന്ന്. എന്താ മൂച്ചാനാ എന്നെ അടിക്കേണ്ടത്? നീ ആരെ എന്നെ അടിക്കാൻ വരാനെ? എന്തൊരറിവാ കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ. ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. ഞാൻ നിന്റെ എന്തോ മോളെ ആദ്യം മൊബൈൽ ഓഫ് ചെയ്തിട്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിന്റെ ഞാൻ എന്തോ എടുക്കാൻ വന്നു. ഞാൻ ഈ ചെയ്ത് വെച്ചേക്കുന്നൊക്കെയാണോ നിനക്ക് ഇപ്പൊ കുഴപ്പമായിട്ട് വന്നത്? അതൊന്നും ഞാൻ പറയില്ല. എന്റെ അന്ത വിചാരിച്ചാൽ കളയാൻ പറ്റില്ല എനിക്ക്. എന്റെ ശില്പം, ഞാൻ ഉണ്ടാക്കുന്ന ശില്പം എന്റെ കഴിവ് എനിക്ക് തലതായി കിട്ടി. എന്റെ കരുവാടിയത്. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ മഹാ ചേച്ചേണ്. തോന്നിയാസം പറയാം മീഡിയ വഴി എന്ന് പറയുന്നോണെ മര്യാദയ്ക്ക് പറയണം. നാഗാദേവിയെ കുറിച്ച് പറഞ്ഞാലും ചെറിയതാത്ത എന്ന് പറയുന്ന കൂടി മോള് അങ്ങനെ തന്നെ നിന്നെ വിളിക്കത്തുള്ളൂ. എത്ര പെൺകുട്ടികളെ ശാപമാണ് നിനക്കുള്ളത്? എല്ലാ പെണ്ണുങ്ങളുടെ തോളക്കറ്റ നിന്ന് നീ എന്റെ തോളെ കീറാൻ വരുവാ. വെറുതെ അല്ല നിനക്കൊരാണില്ലാത്തത്. വല്ലതും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ 2 ദിവസം കൊണ്ട് കഴിച്ചോ, ഇല്ലെങ്കിൽ ചിലപ്പോ കിട്ടിയില്ലെന്ന് വരും.